ഖണ്ഡഗിരി ഉദയഗിരി ജൈന ഗുഹകൾ. സാധനാപഥത്തിൻ്റെ യാത്രയിലൂടെ നമ്മൾ അടുത്തതായി സന്ദർശിക്കുന്നു ഖണ്ഡഗിരി ഉദയഗിരി ജൈന ഗുഹകൾ. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിന് സമീപമുള്ള അതിപുരാതനമായ ജൈന ഗുഹകളാണ് ഉദയഗിരിയും ഖണ്ഡഗിരിയും. ഒഡീഷയിലെ ഭുവനേശ്വർ നഗരത്തിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാറി മുഖാമുഖം നിൽക്കുന്ന 2 കുന്നുകളിലായാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. കലിംഗ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളാണിവ. BC 1-ാം നൂറ്റാണ്ടിൽ കലിംഗ ഭരിച്ചിരുന്ന ഖാരവേലൻ എന്ന ശക്തനായ രാജാവാണ് ഈ ഗുഹകൾ നിർമ്മിച്ചത്. മഹാമേഘ വാഹന വംശജനായ ഇദ്ദേഹം ജൈനമതത്തിൻ്റെ വലിയൊരു പ്രോത്സാഹകനായിരുന്നു. നാടോടികളെപ്പോലെ സഞ്ചരിച്ചിരുന്ന ജൈന സന്യാസികൾക്ക് വർഷകാലത്തും മറ്റും താമസിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള സങ്കേതങ്ങളായാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. പുരാതന ലിഖിതങ്ങളിൽ ഈ കുന്നുകളെ കുമാരി പർവ്വതമെന്നും കുമാരപർവ്വതമെന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഉദയഗിരിയിൽ 18 ഗുഹകളും ഖണ്ഡഗിരിയിൽ 15 ഗുഹകളുമാണ് ഉള്ളത്. ഉദയഗിരിയിലെ റാണി ഗുഹ ഇതിലെ ഏറ്റവും വലിയ ഗുഹയായി കണക്കാക്കുന്നു. സാധാരണയായി എല്ലാ ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ സന്ദർശകർക്കായി ഇവിടെ തുറന്നിരിക്കാറുണ്ട്. ഇവിടെ പ്രത്യേക യൂണിഫോമോ അല്ലെങ്കിൽ വസ്ത്രധാരണമൊന്നും നിഷ്കർഷിച്ചിട്ടില്ല എങ്കിലും സുഖപ്രദമായുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുഹകളിലെയും കുന്നുകളിലേക്കും കയറേണ്ടതിനാൽ നല്ല ഗ്രിപ്പുള്ള നടക്കാൻ സൗകര്യപ്രദമായ ചെരുപ്പുകളോ ഷൂസുകളോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ തൊട്ടടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് ബിജു പട്നായക് അന്താരാഷ്ട്ര വിമാനത്താവളം ഭുവനേശ്വറാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ ഖണ്ഡഗിരി ഉദയഗിരി കേവ്സിലേക്കുള്ളത്. ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം സെയിം ദൂരം തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരികയുള്ളത്. പിന്നീട് ഇങ്ങോട്ടേക്ക് ബസ്സുകളും ടാക്സികളും എല്ലാം ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് അവൈലബിൾ ആണ്. ഖണ്ഡഗിരി സ്ക്വയർ എന്ന സ്ഥലമാണ് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പൊക്കെ ആയിട്ട് വരിക. ഖണ്ഡഗിരിയിൽ കുരങ്ങുകളുടെ ശല്യമൊക്കെ അത്യാവശ്യം ഉള്ളതിനാൽ ഭക്ഷണം കയ്യിൽ കരുതുമ്പോഴൊക്കെ അത് സൂക്ഷിക്കുക. അവർ ചിലപ്പോൾ തട്ടിപ്പറിക്കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ സ്പേസ് ആയതിനാൽ ചൂടുള്ള സമയത്ത് അധികം ആ ഒരു സമയം ചൂട് കൂടുതലുള്ള സമയത്ത് സന്ദർശിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമായത്. ശരി, നന്ദി, താങ്ക് യു.